സംപൂജ്യരായ ഗുരുജനങ്ങളെ, കൂത്താട്ടുകുളം അഡ്ജസ്റ്റ്മെന്റ് തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു തട്ടിക്കൂട്ട് ബാലെ കല്യാണ സൗഗന്ധികം അഥവാ മാരേജ് പ്രപ്പോസൽ. ബാലെ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരറിയിപ്പുണ്ട്. ഞങ്ങളുടെ ട്രൂപ്പിന്റെ വണ്ടിയുടെ ഡ്രൈവർ ഇവിടെ വല്ലയിടത്തും കറങ്ങി നടപ്പുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തുക. കാരണം ബാലെ ആരംഭിക്കുന്നു. സുഹൃത്തുക്കളെ, ഞങ്ങൾ അവതരിപ്പിക്കുന്നു കല്യാണ സൗഗന്ധികം അഥവാ മാരേജ് പ്രപ്പോസൽ. രംഗം 1. രാജാവിന്റെ വാടക കൊട്ടാരം. ധീരാതി ധീരൻ, ചേരാതി മൂർഖൻ, മൂർഖാതി അണലി, നീർക്കോലി കോവിലകം വാഴും ആറാം തമ്പുരാന്റെ അച്ഛൻ അഞ്ചര തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നേ. മണിപ്പുഴ ഷാപ്പിന്ന് മുക്കറ്റം മോന്തിട്ട് രാജാവിൻ്റെ തിരുവെഴുന്നള്ളത്ത് കൊടുവാളുണ്ടേ, പരിചയവുമുണ്ടേ, തലതെറിക്കാനായിട്ട് എഴുന്നള്ളുന്നേ, തലതെറിക്കാനായൊരെഴുന്നള്ളത്ത്. നീർക്കോലി കോവിലകം വാഴും അഞ്ചര തമ്പുരാൻ നീനാൾ വാഴട്ടെ, നീണാൾ വാഴട്ടെ, അഞ്ചര തമ്പുരാൻ വേണേൽ വാഴട്ടെ, വേണേൽ വാഴട്ടെ, അഞ്ചര തമ്പുരാൻ വീണാൾ വീഴട്ടെ. വീണാൾ വീഴട്ടെ. ആരെവിടെ? ഞാനിവിടെ. നീ അവിടെ, ഞാൻ ഇവിടെ. വായിവിടെ ശവടെ. എന്നെ വിളിച്ചോ രാജാവേ നീ എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലുക നീ, എന്നെ വിളിച്ചോ രാജാവേ നീ എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലുക നീ. ഉരുളിയാലും പ്രഭു, എന്തുട്ട്? അരുളിയാലും പ്രഭു. എടോ പടോ, എന്താടോ? ഏ? പൊറുക്കണം പ്രഭു. നമ്മുടെ ഭരണത്തിൽ ജനങ്ങളെല്ലാം സന്തുഷ്ടരല്ലേ? അതെ പ്രഭു, അങ്ങയുടെ മരണത്തിൽ എല്ലാ ജനങ്ങളും സന്തുഷ്ടരാണ്. പടോ, നമ്മുടെ മനസ്സ് ആകെ അസ്വസ്ഥ പൊങ്കിലമായിരിക്കുന്നു. നമ്മുടെ മനസ്സിനെ ആനന്ദത്തിൽ താറടിക്കാൻ കൊട്ടാരം നർത്തകികളായ റമ്മിനെ വിളിക്കൂ. റമ്മോ? OPR വേണോ OCR വേണോ അതോ ഓൾഡ് മങ്കി വേണോ? കുടിക്കുന്ന റമ്മിന്റെ കാര്യമല്ല നാം പറഞ്ഞത്. ഏ? കൊട്ടാരം നർത്തകികളായ രംഭ, ഉർവശി, മേനക എന്നിവരെ വിളിക്കാനാണ് പറഞ്ഞത്. അവരുടെ ഷോർട്ട് ഫോം ആണ് RUM റം. ക്ഷമിക്കണം പ്രഭു, ഉർവശിയെ മനോജ് കെ ജയൻ കെട്ടി, മേനകയെ പ്രൊഡ്യൂസർ സുരേഷ് കെട്ടി. രംഭയാണെങ്കിൽ ഇപ്പോ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷാ സിനിമകളിൽ ആകെ മൊത്തം പറയൂ പടോ. രംബ ഹോയ്, രംബ ഹോയ്, രംബ ഹോയ്. പടോ, രംഭയിലും എത്രയോ ഭേദമാണ് നീ. പക്ഷേ നമുക്ക് രംഭയുടെ നൃത്തം കണ്ടേ മതിയാകൂ. എന്റെ പൊന്നു തിരുമനസ്, രംഭയുടെ നൃത്തം കാണണമെന്നുണ്ടെങ്കിൽ ഈ കൊട്ടാരത്തിന്റെ ആധാരം തന്നെ പണയം വെക്കേണ്ടതായി വരും. എന്താണ് തിരുമനസ് മോങ്ങുന്നത്? ഇപ്പോൾ തന്നെ നമ്മുടെ 3 കൊട്ടാരത്തിന്റെ ആധാരവും അവളുടെ കയ്യിലാണ്. പടോ, എന്താടോ? നമ്മുടെ മഹാമന്ത്രി മാർത്താണ്ഡനോട് വരകാൻ പറയൂ. ഒടിയൻ? ഒടിയനല്ല, തരികട. പോയി വിളിച്ചിട്ട് പാടൂ. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം, കാര്യങ്ങൾ കേട്ടു സന്തോഷമായി ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. എന്തു ചോദിച്ചാലും പാട്ട്. ഇത്രയും പാട്ടൊക്കെ പാടാൻ ഇവനാര്? ഇളയരാജയ്ക്ക് യേശുദാസ് ജനിച്ച് MG ശ്രീകുമാറോ അതോ ഞുണ്ണി മേനോനോ? വന്നല്ലോ വന്നല്ലോ മാർത്താണ്ഡൻ വന്നല്ലോ, രാജാക്കന്മാർക്കിട്ട് പാര വയ്ക്കാൻ. നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒന്നായി കൂട്ടിക്കുഴയ്ക്കും അവൻ. ലാ 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 ലാ. മാപ്രാണം പ്രഭു. എന്തുട്ട്? അല്ല, മമ പ്രണാമം പ്രഭു, മമ പ്രണാമം. പ്രമാണം. മന്ത്രി പുങ്കവ, എന്താണ് രാജകുലോത്തമ? എങ്ങനെ ഇരിക്കുന്നു? ദാ ഇങ്ങനെ ഇരിക്കുന്നു. ഛേ, രാജകാര്യങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നാണ് നാം ചോദിച്ചത്. അത് ഏ? അല്ല, പിന്നെ ഏഹേ. ഞാൻ പിന്നെ ആരാധ്യം പറയും, ആരാധ്യം പറയും. എടാ, അപ്പൊ ആരെങ്കിലും ഒന്ന് പറയും, എന്തൊക്കെയുണ്ട് നാട്ടിൽ വിശേഷങ്ങൾ? ഈ നാട്ടിൽ ഈയിട പെയ്തതു വർണ്ണമഴ, DTS സൗണ്ടിൽ പെയ്യണ് കളറുമഴ, തിയേറ്റർ തോറും ബ്ലൂ മഴ,
കരിമോളിലുണ്ട് കരിമഴ, ജില്ലയിലും മൊത്തം ഫലമഴ. എന്തോന്നു കുന്തമീ മഴ, ലോകാവസാനമാകുമോ? അയ്യോ 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 അയ്യോ. ബലേബേഷ്, ബലേബേഷ്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പടോ? വേറെയും ഉണ്ട് തിരുമനസേ വിശേഷങ്ങൾ. പുള്ളും 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 ശബ്ദം എന്റെ കിണറ്റിനുള്ളിൽ കിടക്കിടയ്ക്കൊരു തിരയിളക്കങ്ങൾ, ഒരു പുള്ളും ശബ്ദം. അപ്പോൾ അത്രയ്ക്ക് കെങ്കേമമാണല്ലേ നമ്മുടെ ഭരണം? പിന്നെ അങ്ങ് ഭരിക്കുന്ന നമ്മുടെ നാട്ടിൽ പട്ടിണിക്കും ദാരിദ്ര്യത്തിനും ഒട്ടും കുറവില്ലെങ്കിലും പീഡനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് പ്രഭു. എന്ത്? നാം ഉള്ളപ്പോൾ മറ്റൊരു പീഡകനോ? ആരാണവൻ? അസംഭവ്യം, ഇംപോസിബിൾ, നാഷണൽ ജിയോഗ്രാഫിക് ഡിസ്കവറി, അനിമൽ പ്ലാനറ്റ്. ആരാണവൻ? അല്ല, ആരാണെന്ന് ചോദിച്ചാ താങ്കൾ ഉദ്ദേശിച്ച വ്യക്തി ഭാരതീയനാണോ? അതെ പ്രഭു. എടോ പടോ, is it approved? യെസ്, അപ്രൂവ്ഡ്. ഞാൻ ഉദ്ദേശിച്ചത് ആ പീഡകൻ തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളായ പട്ടാമ്പി, തലശ്ശേരി, അങ്കമാലി, കാലടി തുടങ്ങിയ രാജ്യങ്ങളിൽ പൗരത്വമുള്ള ആളാണോ എന്നാണ്. അല്ല, അത് പിന്നെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചത് സയൻസ് എക്സിബിഷൻ, എക്സിറ്റേഷൻ, ഡിസ്റ്റിങ്ഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്ത്രീ പീഡന കേസുകളായ കുമളി, വിതുര, സൂര്യനെല്ലി ഇതിൽ ഏതെങ്കിലുമാണോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല? ഇതിൽ മൂന്നിലുമുണ്ട് പ്രഭു. 10 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കടക്കുന്നു പുജ്ഞത്തിലേക്ക്. ഞാൻ എന്റെ 16 അടിയന്തരത്തിലെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. അദ്ദേഹം രാജാവ്, പടയാളി, തൊഴിലാളി, മുതലാളി, മലയാളി, ബംഗാളി, നേപ്പാളി ഇതിൽ ഏതെങ്കിലും പെട്ട എരപ്പാളിയാണോ? അല്ല, ഒരു ഉഴപ്പാളിയാണോ എന്നൊരു സംശയം. സംശയമുണ്ടെങ്കിൽ ഈ പോങ്ങനോട് ചോദിക്കാം. എടോ വിവരം കെട്ട മന്ത്രി, രാജാവ് ചോദിച്ചത് അയാൾ ആണാണോ പെണ്ണാണോ എന്നാണ്. പ്രഭു ആണുമല്ല പെണ്ണുമല്ല, പിന്നെ അങ്ങയെ പോലെ ആളും പെണ്ണും കെട്ടവനാണ്. എന്റെ 28 കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കിടക്കുന്നു രാജ്യസൂയയിലേക്ക്. തിരുമനസേ, തിരുമനസേ, ദേ മഹാറാണി എഴുന്നള്ളുന്നു. ഓഹോ, മഹാപ്രാണിയോട് വാരാൻ പറയൂ. ഉത്തരവ്. കൊട്ടാരത്തിലെ ഭരണം കഴിഞ്ഞമ്മായമ്മ പോരിനിറങ്ങിയ നമ്മുടെ സ്വന്തം ജാനകി, യുവറാണി ജാനകി, മഹാറാണി ജാനകി. മഹാറാണി, നാം പള്ളി ഉറക്കമുണർന്നത് കണ്ടില്ലേ? ഇവിടെ നമുക്ക് കിട്ടേണ്ട പള്ളിച്ചായ. ക്ഷമിക്കണം പ്രഭു, ഓ, പള്ളിച്ചായ ഉണ്ടാക്കുവാനുള്ള പള്ളിപ്പഞ്ചാരയും പള്ളിത്തേയിലയും ഒക്കെ തീർന്നു. ഓഹോ, എങ്കിൽ നാം രാവിലെ മോന്താറുള്ള പള്ളിക്കഞ്ഞിയും പള്ളിച്ചമ്മന്തിയും എടുത്തു വെക്കൂ. നാം മുണങ്ങട്ടെ. അയ്യോ, അത് മുഴുവൻ ആ പള്ളിപ്പൂച്ച കട്ടു കുടിച്ചു. ഈശ്വര, ഇന്നും പട്ടിണി. മഹാപ്രാണി, ആ എവിടെ നിന്നാണ് ആ താരാട്ട് പാട്ട് കേൾക്കുന്നത്? പ്രഭു, നമ്മുടെ 3 പെൺമക്കളും കൊട്ടാരം നിറഞ്ഞു നിൽക്കുകയാണ്. അവർ അവരുടെ ആഗ്രഹം പാടി തീർക്കുകയാണ്. ഓഹോ, ആട്ടെ, ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോയ നമ്മുടെ പുത്രനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? പ്രഭു, നമ്മുടെ കുമാരൻ ഈയിടെയായിട്ട് ഗുരുകുല ഹോസ്റ്റലിന്റെ മതിൽ ചാടി സ്ഥിരം സിനിമയ്ക്ക് പോകുന്നുണ്ടെന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ രാജഗുരു ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. ഈശ്വര, മന്ത്രി സത്തമ്മ, എന്താ നിക്കറിയൂ? അല്ല, നിനക്കറിയൂ നമ്മുടെ പുത്രൻ ഈ പോക്ക് പോയാൽ എവിടെ എത്തും? ഈ പോക്ക് പോയാൽ നേരെ ബാത്റൂമിലെത്തും. അതല്ല, നമ്മുടെ കാലശേഷം ഈ സിംഹാസനം ആരലങ്കരിക്കും? എന്റെ പ്രഭു, അത് വല്ല ഡെക്കറേഷൻ പാർട്ടി ഏൽപ്പിച്ചാ പോലെ അവർ നന്നായിട്ട് അലങ്കരിച്ചോളും. ഓ, മന്ത്രിയാണ് പോലും മന്ത്രി. വാളിന് മൂർച്ചയില്ലാണ്ടായി പോയി. ഇല്ലെങ്കിൽ ഞാൻ തല്ലി കൊന്നേനെ. ആരെവിടെ? എന്നെ വിളിച്ചോ രാജാവേ നീ എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലുക നീ, എന്നെ വിളിച്ചോ രാജാവേ നീ എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലുക നീ. കുളിപ്പിച്ചാലും പ്രഭു. എന്തോട്ട്? അല്ല, കളിപ്പിച്ചാലും പ്രഭു. ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോയ നമ്മുടെ പുത്രനോട് ഉടൻ എത്താൻ പറയൂ. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. രാജരാജഗുരു, ഊനിന്മേൽ കുരു, ഉന്നിക്കുരു, മഞ്ചാടിക്കുരു, രാജഗുരു ഇതാ എഴുന്നള്ളുന്നേ. വിറയ്ക്കുന്നല്ലോ വിറയ്ക്കുന്നല്ലോ, ചാരായം തായോ ചാരായം തായോ. വിറയ്ക്കുന്നല്ലോ വിറയ്ക്കുന്നല്ലോ, ചാരായം തായോ ചാരായം തായോ. പാൽ
പ്രണാമം. ഗുരുകുലത്തിൽ വിദ്യാഭ്യാസത്തിന് വന്ന നമ്മുടെ പുത്രൻ എവിടെ? മിത്സുബിഷി സുസുക്കി സാൻഡ്രോ ഹുണ്ടായ്. സത്തമ്മ, നാം എന്താണ് ഈ കേൾക്കുന്നത്? അദ്ദേഹം അങ്ങയുടെ മകനെ സംസ്കൃതത്തിൽ ചീത്ത വിളിച്ചതല്ലേ? സംഭവാമി യുഗോ യുഗോ. സംഭവാമി യുഗേ യുഗേ എന്നല്ലേ മഹർഷി? നിങ്ങളോടൊക്കെ ഇവിടുന്ന് പോകാനാണ് നാം പറഞ്ഞത്. സംഭവാമി യുഗോ യുഗോ. അങ്ങ് ഇത്രയ്ക്ക് കോപിഷ്ഠനാകാൻ നമ്മുടെ പുത്രൻ അത്രയ്ക്ക് വൃത്തികെട്ടവനാണോ? നദന്തേനാഹ നദന്തേനാഹ എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ അങ്ങേര് തന്നൊക്കെ വിളിച്ചതാ. ഈശ്വര. ആട്ടെ, നമ്മുടെ പുത്രന്റെ വിദ്യാഭ്യാസമൊക്കെ എങ്ങനെ പോകുന്നു? നപൂജ്യതേ നപൂജ്യതേ. പ്രഭു, അവന് എല്ലാത്തിനും പൂജ്യമാണെന്ന്. ഓഹോ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മാമുനെ? ഇയം ആകാശവാണി സംപ്രതി വാർത്താഹാസു എന്താ ബലദേവാനന്ദ സാഗരഃ. മതി മഹർഷി, മതി. അവൻ അത്രയ്ക്ക് വൃത്തികേടുകളൊക്കെ അവിടെ കാണിച്ചല്ലേ. ധിയോ യോന പ്രചോദയാ. അവനെ പഠിപ്പിക്കാൻ വിട്ടിട്ട് ഒരു പ്രയോജനം ഇല്ലെന്ന്. ഭർഗോ ദേവസ്യ ധീമഹി. പ്രഭു, ആ ഭാർഗവനും ദേവസ്യാണ് ഇവനെ വഴിതെറ്റിക്കണെന്ന്. ഓഹോ, ആരെവിടെ? എന്നെ വിളിച്ചോ രാജാവേ നീ എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലുക നീ. എന്നെ വിളിച്ചോ രാജാവേ നീ എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലുക നീ. നമ്മുടെ പുത്രനോട് എത്രയും പെട്ടെന്ന് ഹാജരാവാൻ പറയൂ. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. കാര്യങ്ങൾ കേട്ടു സന്തോഷമായി ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം. കുമാരൻ എത്തിയല്ലോ. ഈ തന്തപ്പടി എന്നാ മോനെ? ഈ അലമനാദി രാജഗുരുവിന് കൊട്ടാരത്തിൽ എന്താണ് കാര്യം? അവന്റെ താടിക്ക് തീ പിടിച്ചിരുന്നുവെങ്കിൽ ബേഡി കത്തിക്കാമായിരുന്നു. നിനക്ക് എന്നെ അറിയാൻ പാടില്ല. നീ തറയാണെങ്കിലുണ്ടല്ലോ, ഞാൻ വെറും അടിത്തറയാടാ. നീ ചെറ്റയാണെങ്കിൽ ഞാൻ അതിലും പരമ ചെറ്റയാടാ, പരമ ചെറ്റ. അപ്പോ ഞാൻ വട്ടനാണെങ്കിലോ? ഈ വട്ടനാണെങ്കിൽ ഞാൻ മുഴുവട്ടനാടാ, മുഴുവട്ടൻ. ഈ പ്രൊഡ്യൂസർ എന്നാ മോനെ? ഈ മുഴുവട്ടനെ പിടിച്ച് തടവറയിലടയ്ക്കൂ. അത് ശരി. ഒരു വട്ടുമില്ലാത്ത എനിക്ക് മുഴുവട്ടാന്നും പറഞ്ഞ് തടവറയിൽ അടക്കാൻ നോക്കിയ നീയുമായി ഞാനിതാ യുദ്ധം ഫിക്സ് ചെയ്തിരിക്കുന്നു. On your march, set, go. കൊല്ലും ഞാനിവനെ തല്ലും, ഇന്നിവന്റെ എല്ലൂരി കൊട്ടേലാക്കിയിടും. ഞാനിവന്റെ പല്ലെല്ലാം തല്ലി താഴെയിടും. കൂനിച്ചു നിർത്തിക്കും പിന്നെ കുത്തി പപ്പടമാക്കിയിടും. ചോരയുടെ അഭിഷേകം ഇവിടെ, രക്താഭിഷേകം. ചോരയുടെ അഭിഷേകം, ആ രക്താഭിഷേകം. ഇന്ന പിടിച്ചോ. അയ്യോ, എന്റെ അമ്മ. അയ്യോ, അയ്യോ. ഈശ്വരാ. ഇവന്റെ പ്രതീക്ഷിക്കാത്ത ആക്രമണത്തിൽ എന്റെ വേൾഡ് ട്രേഡ് സെന്റർ തകർന്ന് തരിപ്പണമായല്ലോ. മോനെ, നീ രാജഗുരുവിനെ തല്ലിയത് ഒട്ടും ശരിയായില്ല. അതെനിക്കും തോന്നി. അയ്യോ, എന്റെ അമ്മ. അയ്യോ, വലല്ലേ. അയ്യോ, അയ്യോ. എന്റെ ദൈവമേ. ബാലൻസ് ഉണ്ടായിരുന്ന പെന്റഗണും തകർന്ന് തവിട് പൊടിയായല്ലോ ഈശ്വര. ദൈവമേ, ഞാൻ എന്തൊക്കെയാണ് ഈ കാണുന്നത്? കാർന്നപ്പടി എന്നാ മോനെ? എന്തിനാണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? എടാ, പിന്നെ ഞാൻ എന്ത് ചെയ്യും? നിന്റെ 3 പെങ്ങന്മാര് ഇവിടെ കൊട്ടാരം നിറഞ്ഞു നിൽക്കുകയാണ്. അവരെയൊക്കെ കെട്ടിച്ചയക്കണ്ടേ? അതിനെക്കുറിച്ച് ആലോചിച്ച് തന്തപ്പടി വിഷമിക്കണ്ട. പിന്നെ അവർക്ക് പറ്റിയ ഭർത്താക്കന്മാരെ ഞാൻ മലയാള സിനിമാ രംഗത്തു നിന്നും കൊണ്ടുവരാം. ഓ, ആരാടാ ഈ സിനിമാക്കാരി? മമ്മൂട്ടി, മോഹൻലാൽ, മാമുക്കോയ, ജയറാം, ജഗതി, റിസബാവ, കരമന നെടുമുടി വേണു, കൊടിയേറ്റം ഗോപി, ഒടുവിലനും മറുതിലകൻ ജനാർദ്ദനൻ മുരളി. കരമന നെടുമുടി വേണു, കൊടിയേറ്റം ഗോപി, ഒടുവിലനും മറുതിലകൻ ജനാർദ്ദനൻ മുരളി. പിന്നെ ഇവരൊക്കെ നീ വിളിച്ചാൽ ഇങ്ങോട്ട് വരാൻ പോകുകയല്ലേ? കളിയാക്കേണ്ട കാർന്നപ്പടി, എന്റെ വിളിയും കാത്ത് അവർ പുറത്തു നിൽക്കുകയാണ്. എന്റെ മൂത്ത പെങ്ങൾ വാവയെ കല്യാണം കഴിക്കാൻ പറ്റിയ ആളെ ഞാൻ വിളിക്കാം. മമ്മൂക്ക.
ஒரு பொண்ணு ஒண்ணு நான் பார்த்தேன், சென்டிமீட்டர் சிரிக்க சொல்லி கேட்டேன். அவ சிரிச்சா சிரிப்பில் 100 பேர் செத்து போயிட்டான். ஒரு பொண்ணு ஒண்ணு நான் பார்த்தேன், சென்டிமீட்டர் சிரிக்க சொல்லி கேட்டேன். அவ சிரிச்சா சிரிப்பில் 100 பேர் செத்து போயிட்டான். பாப்பு 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 பாப்பு. ஒரு ஆணு ஒண்ணு நான் பார்த்தேன், கண்ணை திறந்து பார்க்க சொல்லி கேட்டேன். அவன் பார்த்த பார்வையில பச்சை தண்ணி பத்தி கிரிச்சேன். பாப்பு 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 പാപ്പു. എന്റെ ഈശ്വര, മൈക്കൽ ജാക്സന് ശേഷം ഇതുപോലെ നൃത്തം കളിക്കുന്ന ഒരാളെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്തൊരു രാഗം, എന്തൊരു താളം, എന്തൊരു ബോധമില്ലായ്മ. ഔ, എന്റെ മോള് വാവയുടെ കാര്യം അങ്ങനെ സോൾവായി. ഇനി മാളൂട്ടിയാണ്. പേടിക്കണ്ട സുരേഷ് ഗോപിയളിയാ. മണിമുറ്റത്താവണി പന്തൽ നീലാ പോലെ അടിയാരത്തമ്പിളി പന്തൽ. മണിമുറ്റത്താവണി പന്തൽ നീലാ പോലെ അടിയാരത്തമ്പിളി പന്തൽ. മണവാട്ടി പെണ്ണൊരുങ്ങ് മാപ്പൂവി പൂത്തിറങ്ങ്. ഇന്നല്ലേ നിന്റെ കല്യാണം കണ്ണാടി മുല്ലേ, ഇന്നല്ലേ നിന്റെ കല്യാണം. ഓ, ഇവനാണ് അടിപൊളി പയ്യൻ. എന്റെ മോള് മാളൂട്ടി ഇനി പട്ടിണി എടുക്കേണ്ടി വരൂല. അതെന്താ പിതാശ്രീ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇവനാവുമ്പോ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും 4 നേരം കൂട്ടിയിളക്കി എന്റെ മോക്ക് കൊടുത്തോളൂല്ലോ. ഇനി എന്റെ ഇളയ മകള് ശ്രീവിദ്യയുടെ കാര്യം ഓർക്കുമ്പോഴാ ഒരു വിഷമം. അവക്കടെ ഈ ശരീരപ്രകൃതിക്കൊക്കെ പറ്റിയ വല്ലവരും ഉണ്ടാകുമാവോ? ഏ സൃഷ്ടാവേ, എന്നെ മോനെ? ശരീരപ്രകൃതിയിലുള്ള കാര്യം മെയ്വഴക്കത്തിലാണ്. ഓഹോ, അതിന് പറ്റിയ ആള് ഇവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. നസീർ കാ, ജയ, ഞാനെത്തി. എന്തൊക്കെയുണ്ട് ജയ വിശേഷം? എടാ ജയ, നീ വന്ന് അംബാസിഡർ കാറാണ് തിരിച്ചിട്ടിരിക്കുന്നത്. അത് അംബാസിഡർ കാറല്ല, എൻ്റെ ഇളയ പെങ്ങൾ ശ്രീവിദ്യ പുറംതിരിഞ്ഞു നിൽക്കുന്നതാണ്. മോനെ പ്രേം നസീറേ, ഇവിടെ വന്നവരൊക്കെ ഓരോരോ പാട്ടും പാടി ഓരോരോ പെൺപിള്ളേരെയും കൊണ്ട് പോയി. കയ്യിൽ പാട്ടൊന്നും ഇല്ലാന്ന് തോന്നണ്. പാട്ടില്ലേ എന്നോ? ഇന്നാ പിടിച്ചോ. എന്തിനിത്ര നാളും നിന്നിൽ കുങ്കുമം ചൊരിഞ്ഞു സൂര്യൻ, കണ്ണിലെ നിലാവിൽ പൂത്തതേ എത്ര കോടി ജന്മം മോഹം കാത്തിരുന്നു നിന്റെ ദേവൻ, നെഞ്ചിലെ കിനാവിൽ ചേർത്തരീരും മേഘത്തേരിൽ. ആ ആ ആ ആ Put it on.